ഹലോ! എല്ലാവരും എന്ത് ചെയ്യണു? എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കണം. എ.എം വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടേക്ക് ഈ പാത്രമൊക്കെ ആയിട്ട് നിന്നല്ലേ, നമുക്കൊരു സംഭവം വിളവെടുക്കാനുണ്ട്. പോയാലോ? അങ്ങനെ നമ്മളിതാ വിളവെടുക്കാനുള്ള ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ വിളവെടുക്കാൻ പോകുന്നതെന്നല്ലേ? ദാ ഇപ്പം കാണിച്ചു തരാം വിളവെടുക്കാൻ. ഈ സാധനമാണ് കേട്ടോ നമ്മൾ വിളവെടുക്കാൻ പോകുന്നത്. നമ്മുടെ ഇരുമ്പും പുളിയാണേ. അധികമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഉള്ളതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കാം. ഇത് പറിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് പാത്രത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ഇത് നമ്മൾ ഉള്ളതൊക്കെ പറിച്ചെടുക്കുകയാണേ. ഇതിനിടയിൽ എല്ലാവരും ഓടിപ്പോയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായിട്ട് ആയാലും കമൻറ്റിൽ. അപ്പോഴല്ലേ എനിക്ക് ഈ വീഡിയോ നന്നാക്കണോ വേണ്ടയോ, എങ്ങനെയാണ് എൻ്റെ വീഡിയോസിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചേട്ടാ. ആലോചിച്ചതല്ല, ഓർമ്മ വന്നത്. ഒരാൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാണേ, എൻ്റെ വോയിസ് അടിപൊളിയാണ് പക്ഷേ അവതരണം ശരിയല്ല എന്ന്. എങ്ങനെ ശരിയാക്കണം എന്ന് എനിക്കറിയില്ല. അതൊന്ന് കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അതേ വ്യക്തി തന്നെ എനിക്ക് ഫാം തുടങ്ങേണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അത് എങ്ങനെയാണ്, എന്താണ്, എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ വ്യക്തിയോട് ഞാനിപ്പം ചോദിക്കുകയാണ്, അത് എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ. എന്തായാലും എനിക്കതിനെപ്പറ്റി അറിയില്ല, ഒരു ഐഡിയ ഇല്ല ഫാം തുടങ്ങുന്നതിനെ പറ്റിയിട്ട്. പക്ഷെ വലിയ ഫാമൊന്നും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. വലുതൊന്നും നമുക്ക് കൂട്ടിയാൽ കൂടില്ല. ചെറിയൊരു തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കാലക്രമേണ നമുക്ക് വലിയ ഫാമിലേക്ക് മാറ്റാമല്ലോ. നമ്മളിതങ്ങനെ ഇരുമ്പും പുളിയൊക്കെ പറിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അവിടുന്ന് നമ്മളിത് കാന്താരിയും കൂടെ പറിക്കാൻ വേണ്ടി വന്നതാണേ. ആ കാന്താരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരാൾ കാന്താരി മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതും പേഴ്സണലായിട്ട് അയച്ച മെസ്സേജാണേ. പക്ഷേ കാന്താരി മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കും വലിയൊരു ഐഡിയ ഇല്ല. പക്ഷേ നമുക്ക് കാന്താരി ഒന്നും മുളപ്പിക്കേണ്ട ആവശ്യം വരാറില്ല. നമ്മുടെ പറമ്പിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം പക്ഷികളുടെ സംഭാവനയാണേ. അവരെവിടുന്നേലൊക്കെ പഴുത്തൊക്കെ കഴിച്ചിട്ട് വരും, നമ്മുടെ പറമ്പത്ത് കാഷ്ടിക്കും. അങ്ങനെ മഴ പെയ്യുമ്പോഴൊക്കെ മുളച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളിതുവരെ കാന്താരി മുളപ്പിച്ച് നട്ടിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് കാന്താരി നെടുകെ കീറി മണ്ണിൽ വച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിത്തുകൾ മുളച്ച് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ വലിയ ഐഡിയ ഇല്ല. അങ്ങനെയാണെന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു യുക്തി പോലെ എന്താ വെച്ചാൽ ചെയ്യുക. പേഴ്സണലായിട്ട് വന്ന മെസ്സേജാണ്. അതിന് ഞാൻ വീഡിയോയിലേക്ക് കൂടെ മറുപടി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പേഴ്സണലായിട്ട് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മാത്രമല്ലേ അറിയുള്ളൂ. വീഡിയോ കൂടി ആകുമ്പം എല്ലാവരും ആ ഒരു കാര്യം അറിയല്ലോ. അപ്പോൾ നമ്മളിത് ഇരുമ്പും പുളിയൊക്കെ തിരഞ്ഞ് നല്ലതൊക്കെ എടുത്ത് വെച്ച് മോശമൊക്കെ കളഞ്ഞു. ഇനി കഴുകി എടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണേ. ഉപ്പിലിട്ട് വെക്കാം. അച്ചാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും കഴിക്കില്ല. ഉപ്പിലാവുമ്പം എടുത്തങ്ങനെ കഴിച്ചോളൂ. അപ്പം നമുക്ക് അധികമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് ആയിട്ട് പോവായിരുന്നേ. ഇപ്രാവശ്യം അധികമൊന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഒരു ഉണങ്ങിയ തുണീനകത്തിട്ടിട്ട്, നല്ല തുണീനകത്തിട്ടിട്ട് നമ്മളൊന്ന് വൃത്തിയാക്കി ഉണക്കിയെടുക്കുകയാണേ. വൃത്തിയാക്കിയ സാധനം നമ്മൾ ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കാന്താരിയും കൂടെ കഴുകിയെടുക്കുകയാണേ. കാന്താരിയൊക്കെ വളപ്പിലൊക്കെ നിന്നതല്ലേ, ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ കാന്താരിയൊക്കെ നമ്മളിതാ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഉണങ്ങിയ തുണിയിലകത്തിട്ട് ഒന്ന് വെള്ളം കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. നമ്മളിത് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കല്ലുപ്പിൻ്റെ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സംഭവമൊക്കെ ഒന്ന് സെറ്റ് ചെയ്താലോ. ആദ്യം കുറച്ച് ഇരുമ്പുളി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ മുളക്, കാന്താരി, ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ലെയറായിട്ട് ഇത് കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അയ്യോ, ഒരു നൂല് കുടുങ്ങിപ്പോയി, അതാണേ. അപ്പോൾ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതങ്ങനെ സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കുറച്ചുകൂടെ ഉപ്പും കൂടി ഇട്ട് ഒന്ന് കുലുക്കി എടുത്ത് വയ്ക്കാം.
അതായിരിക്കും നല്ലത്. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അഡീഷണൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിന് തന്നെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് അഡീഷണൽ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അതിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് കുലുക്കി എടുത്ത് വെക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ.